ഒന്നുമില്ല. അർച്ചനയ്ക്ക് പെട്ടെന്നൊരു ശ്വാസം തടസ്സം പോലെ. ഇങ്ങനെ വരാതിരിക്കും. പരസ്യ വിചാരണയല്ലായിരുന്നോ എല്ലാരും കൂടി ഏട്ടത്തിയോട് ചെയ്തത്? സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞ്, അവരുടെ മുമ്പിലേക്ക് നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കരുത്. ഏയ്, ആ ജോത്സ്യനൊരു കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നത്. ജോത്സ്യന്മാരിൽ പകുതി തട്ടിപ്പുകാര്. ഇത് പിന്നെ എന്റെ ചേച്ചി കൊണ്ടുവന്നതായതുകൊണ്ട് ഫുൾ തട്ടിപ്പായിരിക്കും. ഒരു സംശയം വേണ്ട. കള്ളനെ കഞ്ഞി വെച്ചവനായിരിക്കും ഈ ജോത്സ്യൻ. നമ്മുടെ കുഞ്ഞിനെ ആയുധമാക്കി അവര് മറ്റെന്തോ കാര്യങ്ങളാ പ്ലാൻ ചെയ്യുന്നത്. സച്ചേട്ടാ, ആർക്ക് വേണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേണം. അതിന് ജാതകദോഷത്തിന്റെ പേര് ഒന്നും ചെയ്യാൻ സമ്മതിക്കല്ലേ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. അർച്ചന, താൻ വിഷമിക്കണ്ട. അങ്ങനൊന്നും സംഭവിക്കില്ല. അതെ, നിങ്ങൾ അർച്ചന നോക്കിയോ, ഞാനിപ്പോ വരാം. ചേച്ചി കുറച്ചേരം കിടക്കും. ഇപ്പൊ വേണ്ട, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ. ശ്വാസം മുട്ടിപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയാൾ ഇതിനൊക്കെ കാരണം ആ ജോത്സ്യൻ. അതൊക്കെ സച്ചേട്ടൻ നോയിക്കോളും. അച്ചു ചേച്ചി ഇപ്പൊ വിശ്രമിക്കും. വെറുതെ ടെൻഷൻ അടിച്ച് ഉള്ള മനസമാധാനം കളയണ്ട. അതെങ്ങനെയാ? എല്ലാവരുടെയും മനസ്സമാധാനം കളയാൻ ഓരോന്നിന്റെ വേഷം കെട്ടിച്ച് കെട്ടി എണ്ണലിച്ച് കൊണ്ടുവന്നിരിക്കല്ലേ ഒരു ജോത്സ്യം വന്നേക്കുന്നു. ഇതല്ലാതെ മറ്റൊരു പരിഹാരവും പറയാൻ എനിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ജ്യോത്സ്യനെ കൊണ്ട് വേണമെങ്കിലും നോക്കിക്കാം. പക്ഷേ ആരെ കാണിച്ചാലും ഇതിനപ്പുറം ഒരു പരിഹാരം പറയാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം ഇതിന് വേറെ പരിഹാരമില്ല. എല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. എടോ, ജ്യോതിഷം സത്യമാണ്, അത് തെറ്റില്ല. എണീരടാ. എഴുന്നേക്കാനല്ലോ പറഞ്ഞത്. എന്നെ ഒന്നും ചെയ്യരുത്. തന്റെ രാശിപ്പലകയില് കാണാത്തത് കൂടി ഞാൻ ഇപ്പൊ കാണിച്ചു തരണോ? ഒരു വീട്ടിൽ കയറി വന്ന് കള്ളത്തരം പറയുന്നടോ. സച്ചി, നീ എന്താ ഈ കാണിക്കുന്നത്? അയാളെ വിട്, ഒന്നും ചെയ്യല്ലേ. എടോ, എന്നെ ഒന്നും ചെയ്യില്ലേ. ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഇവനെ പോലുള്ള തട്ടിപ്പുകാരെയൊന്നും വീടിനകത്ത് കയറ്റാൻ കൊള്ളില്ല. ഈ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ തമ്മി തല്ലിച്ച് നശിപ്പിക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാ. പറയടാ, എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് കള്ളം പറയാൻ ആരുടെ അച്ചാരം വാങ്ങിച്ചോണ്ടാണോ ഇങ്ങോട്ട് കയറി വന്നേ? പറയണോ, സത്യം പറയണോ, ഇല്ലെങ്കിൽ തന്നെ ഒന്ന് തല്ലി കൊല്ലും. പറയാൻ. ജനിക്കാത്ത കുഞ്ഞിന് എവിടെ നാടാ ജാതകം? പിന്നെ എങ്ങനെയാടാ അതിനകത്ത് ദോഷം വരുന്നത്? നീ എന്റെ കുടുംബം കലക്കാൻ ഇറങ്ങിയതാ അല്ലടാ? ഇവനെ വിടരുത്. ഇപ്പൊ തന്നെ അവനെ പോലീസ് ഏൽപ്പിക്കണം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ രാശികളെല്ലാം ശരിയാ. നിന്റെ രാശിയെ ഞാൻ പറഞ്ഞാലടാ. നിന്റെ രാഹുവും കേതുവേ ഇപ്പൊ എന്റെ കയ്യിലാ. സത്യം പറയുക, സത്യം മാത്രം പറയുക. അതേ ഇതിന് പരിഹാരമുള്ളൂ. എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് പറയാൻ നിന്നെ ആരാടാ ഏൽപ്പിച്ചത്? പറയണോ? സച്ചി, അയാൾ എന്ത് പഴിച്ചു? സത്യം പറഞ്ഞാലാണോ അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള ജ്യോതിഷ വിദ്യയൊക്കെ എനിക്കറിയാം. പറയണോ സത്യം? കള്ള റാസ്കലേ, നീ എന്ത് വിചാരിച്ചു? എടാ, എന്റെ കുടുംബം കലക്കി തമ്മിലടിപ്പിച്ചിട്ട് നിനക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഇറങ്ങി പോവാന്നോ? എടാ,
സച്ചി എടോ അച്ഛാ, അച്ഛൻ ഈ ഭ്രാന്ത് കണ്ട് മിണ്ടാതെ നിൽക്കുകയാണോ? ഇനി ഇയാളെ കൊന്ന കുറ്റത്തിനും കൂടെ ജയിലിൽ പോണ്ടി വരും. സച്ചി അയാളെ വിട്. പറടാ. സച്ചി, സത്യം പറ. സച്ചി പറയാ. വിടാനല്ലേ പറഞ്ഞേ? മാറ്. ജോത്സ്യന് വെക്കോ. ഭ്രാന്ത് കാണിക്കുന്നതിന് ഒരു അതിര് വേണം. അയാൾ എന്ത് തെറ്റ് ചെയ്തു? അയാൾ എന്ത് തെറ്റ് ചെയ്തെന്നോ? കള്ളനവൻ, പെരുങ്കള്ളൻ. ഈ വീടിന്റെ ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരം ചെയ്യാനാ അയാൾ വന്നത്. അയാളെയാ നീ തല്ലി ഓടിച്ചത്. എല്ലാം ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ.